എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യ നിയമനങ്ങൾ എന്ന ഈ ഭാഗത്തു നിന്നുള്ള ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അതിൻ്റെ ആൻസർ അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ 3 സേനകളുണ്ട്: കരസേന, നാവികസേന, വ്യോമസേന. ഈ 3 സേനകളെയും ഏകോപിപ്പിക്കുന്ന പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. സംയുക്ത സൈനിക മേധാവി എന്നാണ് ഈ ഒരു പദവി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ IB ഡയറക്ടർ IB എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റലിജൻസ് ബ്യൂറോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ് തപൻ കുമാർ ദക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ IB ഡയറക്ടർ തപൻ കുമാർ ദക്ക. എങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ NSG ഡയറക്ടർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ NSG ഡയറക്ടർ ജനറൽ, NSGയുടെ ഡയറക്ടർ ജനറൽ DG ഇതാണ് ബി ശ്രീനിവാസൻ. NSG എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ളതാണ് NSG എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DG എന്ന് പറയുമ്പം ഡയറക്ടർ ജനറൽ. നമുക്കറിയാം കേരളത്തിൽ DGP ഉണ്ട്. DGP എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നുള്ളതാണ് DGP എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ NSG എന്ന് പറയുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. പിന്നെ 2025 സബ് ഇൻസ്പെക്ടർ മെയിൻസിൻ്റെ പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായി. അതായത് NSG എന്ന് പറയുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഇത് വരുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? NSG വരുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? സാധാരണയായിട്ട് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ എന്ന് ആൻസർ കൊടുക്കും. പക്ഷെ അത് തെറ്റാണ്. NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് വരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു സേന NSG വരുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ, അത് ഒന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. അമിത് ഷായാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ കാര്യം കൂടെ പറഞ്ഞുതരാം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസർ, ഫസ്റ്റ് വനിതാ ഓഫീസറിന്റെ പേര് സായ് ജാദവ്. ഈ ഒരു പേര് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ വനിത അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ PSCക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം സ്പെഷ്യലായിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളണം. ആദ്യത്തെ വനിതയാണ് എന്ന് പറയുമ്പം ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി IMA, അവിടെ നിന്ന് ബിരുദമെടുത്ത ആദ്യത്തെ വനിതാ ഓഫീസറാണ് സായ് ജാദവ്. അടുത്തത് NIA. എന്താണ് NIA? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതായത് നമുക്കറിയാം ഈ തീവ്രവാദി സ്ഫോടനവും അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ NIAയിലെ ആൾക്കാർ വരും. ആരാണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ ആൾക്കാർ വന്നാണ് പിന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടുപോയിക്കോളും.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് NIA എന്ന് പറയുമ്പം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIAയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ NIA ഡയറക്ടർ ജനറലിന്റെ പേര് സദാനന്ദ് വസന്ത് ഡേറ്റ്. സദാനന്ദ് വസന്ത് ഡേറ്റ് എന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ NIA ഡയറക്ടർ ജനറൽ DG. ഈ 4 കാര്യങ്ങളുണ്ട്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുമ്പം നമുക്കറിയാം 3 സേനകളെയും ഏകോപിപ്പിക്കുന്ന പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. IB എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്റലിജൻസ് ബ്യൂറോ ആണ് IB എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മേധാവിയാണ് തപൻ കുമാർ ദക്ക. പിന്നെ NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അതിൻ്റെ ഇപ്പോഴത്തെ മേധാവി ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത് ബി ശ്രീനിവാസൻ. പിന്നെ IMA ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദമെടുത്ത ആദ്യത്തെ വനിതയാണ് സായ് ജാദവ്. പിന്നെ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇതിൻ്റെ ഇപ്പോഴത്തെ മേധാവി ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത് സദാനന്ദ് വസന്ത് ഡേറ്റ്. പിന്നെ ഒരു അഡീഷണൽ ചോദ്യം പറഞ്ഞുതരാം. ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം ഇംഗ്ലീഷിൽ 10 മാർക്കിൽ 1 മാർക്ക് സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. ബ്യൂറോയുടെ സ്പെല്ലിംഗ് എന്തായിരിക്കും? അതായത് BUREAU, ഇതാണ് ബ്യൂറോ. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. ബ്യൂറോ എന്നെഴുതുമ്പം BUREAU, ഇതാണ് ബ്യൂറോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CISF എന്താണ്? CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നതാണ് CISFന്റെ പൂർണ്ണരൂപം. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CISF മേധാവി പ്രവീർ രഞ്ജൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CISF മേധാവി എന്ന് പറയുമ്പം DG ഡയറക്ടർ ജനറലാണ് പ്രവീർ രഞ്ജൻ. പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, ഇതിൻ്റെ ഇപ്പോഴത്തെ മേധാവി പ്രവീൺ കുമാർ IPS. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, ഇതിൻ്റെ ഇപ്പോഴത്തെ മേധാവിയാണ് പ്രവീൺ കുമാർ IPS. എങ്കിൽ ഇപ്പോഴത്തെ കരസേനാ മേധാവി ആരാണ്? കരസേന ഇപ്പോഴത്തെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി. എങ്കിൽ ഇപ്പോഴത്തെ വ്യോമസേന മേധാവി ആരാണ്? ഇപ്പോഴത്തെ വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ്. ഇപ്പോഴത്തെ വ്യോമസേന മേധാവിയാണ് അമർപ്രീത് സിംഗ്. കരസേന പറഞ്ഞു, വ്യോമസേന പറഞ്ഞു. എങ്കിൽ ഇപ്പോഴത്തെ നാവികസേന, ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേന മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ച് അടയാളപ്പെടുത്തി പഠിച്ചോളണം. കരസേന, വ്യോമസേന, നാവികസേന. നേരത്തെ ഞാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ. ഈ 3 സേനകളെയും ഏകോപിപ്പിക്കുന്ന പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റേത്. കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി,
വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ്, നാവികസേന മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. RPF എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള വാക്കാണ് RPF. RPF എന്താണ് RPF? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഇവിടെ RPFനെ പറ്റി പറയുമ്പം RPFന്റെ ഇപ്പോഴത്തെ മേധാവിയാണ് സൊണാലി മിശ്ര. സൊണാലി മിശ്ര. സൊണാലി മിശ്രയെ പറ്റി പഠിക്കുമ്പോൾ RPF നമുക്കറിയാം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. RPFന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിതയാണ് സൊണാലി മിശ്ര. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, RPFന്റെ മേധാവി ആകുന്ന ആദ്യത്തെ വനിതയാണ് സൊണാലി മിശ്ര. RPFന്റെ മേധാവി ആരാണ് എന്നുള്ള ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെക്കാട്ടി കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്ന് പറയുമ്പം RPFന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത ആരാണ്, RPFന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത ആര് എന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് സൊണാലി മിശ്ര. സൊണാലി മിശ്ര. പിന്നെ എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഇതാണ് RAW. എന്താണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നതാണ് റോയുടെ ഫുൾ ഫോം. റോയുടെ ഇപ്പോഴത്തെ മേധാവി പരാഗ് ജെയിൻ. പരാഗ് ജെയിൻ. പരാഗ് ജെയിൻ. ഈ ഒരു പേര് പഠിച്ചു വെച്ചോളണം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നുള്ളതാണ് റോയുടെ ഫുൾ ഫോം. റോയുടെ ഇപ്പോഴത്തെ മേധാവി പരാഗ് ജെയിൻ. പിന്നെ CBI എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. CBIയുടെ ഇപ്പോഴത്തെ മേധാവി പ്രവീൺ സൂദ്. പ്രവീൺ സൂദ്. CBIയുടെ ഇപ്പോഴത്തെ മേധാവിയാണ് പ്രവീൺ സൂദ്. ഇവിടെ CBI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് CBIയുടെ ഫുൾ ഫോം. CBI ഇന്ത്യയുടെ ഇപ്പോഴത്തെ CBIയുടെ മേധാവിയാണ് പ്രവീൺ സൂദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. എന്താണ് CRPF? CRPF എന്താണ് CRPF? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. CRPFന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CRPF മേധാവി ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ്. ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ്. ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ്. ഈ ഒരു പേര് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സന്ധ്യ പുരേച്ച. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ സന്ധ്യ പുരേച്ച. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സന്ധ്യ പുരേച്ച. എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മാധവ് കൗശിക്. മാധവ് കൗശിക്. ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വയ്ക്കണം. ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര ലളിതകലാ അക്കാദമി ഇവിടെ ചെയർമാൻ വി നാഗ് ദാസ്.
ദാസ്. ഈ ഒരു പേര് കൂടി പഠിച്ചു വെച്ചോളണം. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാഗ് ദാസ്. വി നാഗ് ദാസ്. ഈ 3 കാര്യങ്ങൾ ഒരു ബോക്സ് വരച്ച് എഴുതിയെടുത്ത് തന്നെ പഠിച്ചു പോകണം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സന്ധ്യ പുരേച്ച. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മാധവ് കൗശിക്. കേന്ദ്ര ലളിത കലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ് ദാസ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മഹേന്ദ്ര മോഹൻ ഗുപ്ത. PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മഹേന്ദ്ര മോഹൻ ഗുപ്ത. മഹേന്ദ്ര മോഹൻ ഗുപ്ത എന്ന വ്യക്തിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI അതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. എങ്കിൽ UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതാണ് UPSC. UPSCയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അജയ് കുമാർ. അജയ് കുമാർ. ഇദ്ദേഹത്തിനെ പറ്റി പഠിക്കുമ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇദ്ദേഹം പാലക്കാട് ജില്ലാ കളക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അജയ് കുമാർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ UPSC ചെയർമാൻ. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതാണ് UPSC. ഇപ്പോഴത്തെ UPSC ചെയർമാനാണ് അജയ് കുമാർ. ഇദ്ദേഹം പാലക്കാട്, PKD, പാലക്കാട് ജില്ലാ കളക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. ഇദ്ദേഹം 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 2 കാര്യങ്ങൾ. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ഇദ്ദേഹം 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ധനകാര്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. RBI എന്ന് പറയുമ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇദ്ദേഹം 26ാമത്തെ ഗവർണറാണ്. 26ാമത്തെ ഗവർണർ. എങ്കിൽ ED എന്ന് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ED എന്താണ്? ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ED. EDയുടെ ഇപ്പോഴത്തെ മേധാവി രാഹുൽ നവീൻ. ED എന്ന് പറയുമ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിൻ്റെ EDയുടെ ഇപ്പോഴത്തെ മേധാവി രാഹുൽ നവീൻ. 16ാം ധനകാര്യ കമ്മീഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇവിടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280 ആണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം. എങ്കിൽ കേന്ദ്രത്തിൻ്റെ കാര്യം പറയുമ്പം കേരളത്തിൻ്റെ കാര്യം പറയണമല്ലോ. കേരള ധനകാര്യ കമ്മീഷനുണ്ട്. കേരള ധനകാര്യ കമ്മീഷന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ എന്ന് പറയുമ്പം 243I, 243Y, ഐയും വൈയും ഈ 2 അനുച്ഛേദങ്ങളാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ. 243I, 243Y, ഐയും വൈയും. കേരളത്തിൽ ഇപ്പോഴത്തേത് 7ാം ധനകാര്യ കമ്മീഷനാണ്. 7ാം ധനകാര്യ കമ്മീഷൻ. ഇതിൻ്റെ അധ്യക്ഷൻ KN ഹരിലാൽ. KN ഹരിലാലാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ 7ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ഇപ്പോഴത്തെ കേരള ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KN ഹരിലാൽ. ഈ ഒരു കാര്യം
ചുവപ്പ് പക്ഷി പേനോട് പഠിച്ചു വെച്ചോളാം. ഇനി അടുത്തത് SBI. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഒട്ടുമിക്ക പേർക്കും അക്കൗണ്ടുള്ള ഒരു ബാങ്കാണ് SBI. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് SBIയുടെ ഫുൾ ഫോം. SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ചല്ല ശ്രീനിവാസുലു സെറ്റി. ചല്ല ശ്രീനിവാസുലു സെറ്റി. എങ്കിൽ IRDAI എന്താണ് IRDAI? ഇതെന്ന് പറയുമ്പം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതാണ് IRDAI. അതിൻ്റെ ഫുൾ ഫോം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് IRDAI. ഇപ്പോഴത്തെ IRDAIയുടെ അധ്യക്ഷൻ അജയ് സേത്ത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് അജയ് സേത്ത്. നീതി ആയോഗ് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ട് കാണും. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. PM പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഫസ്റ്റത്തെ ആള് നരേന്ദ്രമോദി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. എന്നാൽ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ ബെറി. നീതി ആയോഗിന് CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. നീതി ആയോഗിൻ്റെ CEO ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ ബെറി. ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി എങ്കിൽ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപ അധ്യക്ഷൻ എന്ന് പറയുമ്പം അരവിന്ദ് പനഗരിയ. ഈ ഒരു പേര് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ഇദ്ദേഹം ആദ്യത്തെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപ അധ്യക്ഷനാണ്. എങ്കിൽ ഇപ്പോൾ അദ്ദേഹം 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. എങ്കിൽ ആദ്യത്തെ CEO അതെന്ന് പറയുമ്പം സിന്ധു ശ്രീ ഖുള്ളർ. ഈ 2 പേരുകൾ 4 പേരുകൾ എങ്ങനെയാണോ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതിലിപ്പം കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ചോദിക്കാം, അല്ലാതെ എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം 4 പേരുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, ആദ്യത്തെ ഉപ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, ആദ്യത്തെ CEO സിന്ധു ശ്രീ ഖുള്ളർ, ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ ബെറി, ഇപ്പോഴത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. എങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. ഈ 2 പേരുകൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും
ഉള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യങ്ങളാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ എങ്കിൽ കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പം കേരളത്തിലെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് KN ബാലഗോപാൽ. SBI പറഞ്ഞു, RBI പറഞ്ഞു എങ്കിൽ സെബി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സെബി SEBI സെബി. എന്താണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഇത് പഠിച്ചു വെച്ചോളണം. ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ പേര് ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. സെബി എങ്കിൽ LIC. ഒട്ടുമിക്ക പേർക്കും അതിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. LIC എന്ന് പറയുമ്പം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് LIC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LICയുടെ ഇപ്പോഴത്തെ MD ആൻഡ് CEO എന്ന് പറയുമ്പം R ദൊരൈസ്വാമി. LICയുടെ ഇപ്പോഴത്തെ MD ആൻഡ് CEO ആണ് R ദൊരൈസ്വാമി. നബാർഡ് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. നബാർഡ് എന്താണ് നബാർഡ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ നബാർഡിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഷാജി കെ വി. ഈ ഒരു പേര് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കേണ്ടി പറ്റും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ട് കാണും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. ഇവിടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീനിവാസ് ഇൻജെറ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സുഭാസിസ് ചൗധരി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സുഭാസിസ് ചൗധരി. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സുഭാസിസ് ചൗധരി. RBIയുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഉഷ ജാനകിരാമൻ. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉഷ ജാനകിരാമൻ. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പം ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസിഡർ. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്ര സഹമന്ത്രിമാരാണ്. ഒന്ന് ജോർജ് കുര്യൻ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഫിഷറീസ്, മൃഗസംരക്ഷണം,
ക്ഷീരവികസനം, ന്യൂനപക്ഷ കാര്യം, വകുപ്പ്. ഇവിടെ ജോർജ് കുര്യൻ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഫിഷറീസ്, മൃഗ സംരക്ഷണം, ക്ഷീരവികസനം, ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. ഇത്രയും കാര്യങ്ങളാണ് ജോർജ് കുര്യൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത് സുരേഷ് ഗോപി. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുമ്പം പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകം, അതിനോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ്, ടൂറിസം. ഇത്രയുമാണ് സുരേഷ് ഗോപി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 2 കേന്ദ്ര സഹമന്ത്രിമാരുടെ കാര്യം പറഞ്ഞു. ഒന്ന് ജോർജ് കുര്യൻ, രണ്ടാമത് സുരേഷ് ഗോപി. ജോർജ് കുര്യൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ന്യൂനപക്ഷകാര്യ വകുപ്പ്. സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുമ്പം പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകം, പെട്രോളിയം, പ്രകൃതിവാതകവും അതുപോലെ തന്നെ ടൂറിസം എന്നിവയാണ് സുരേഷ് ഗോപിയുടെ കീഴിൽ ഉള്ള വകുപ്പുകൾ. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. ഇദ്ദേഹം ബീഹാറിൻ്റെ CM ആണ്. ബീഹാറിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ഇവിടെ ഞാനിത് പറയാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഇടം നേടി എന്ന് പറയുമ്പോൾ 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ നിതീഷ് കുമാർ ഇദ്ദേഹത്തിൻ്റെ പേര് ഇടം നേടി. നിതീഷ് കുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം ഉൾപ്പെടുന്ന പുതിയ സമുച്ചയത്തിൻ്റെ പേര് സേവാ തീർത്ത്. സേവാ തീർത്ത്, സേവാ തീർത്ത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളാം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയത്തിൻ്റെ പേരാണ് സേവാ തീർത്ത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സമുച്ചയം സേവാ തീർത്ത് എന്ന ഈ ഒരു പേര് വരുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്നതാണ്. എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്ന പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് സമുച്ചയം മുൻപ് അറിയപ്പെട്ടത്. എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്ന ഈ ഒരു പേരിന് പകരമായിട്ടാണ് സേവാ തീർത്ത് എന്ന ഈ പേര് വന്നിട്ടുള്ളത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെ വിലക്കിയ ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം, നല്ലൊരു ക്വസ്റ്റ്യനാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെ വിലക്കിയ ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ് കുമാർ ഗോയൽ ഇദ്ദേഹമാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇതിൽ ഒരു കാര്യം ഞാൻ അഡീഷണൽ പറഞ്ഞുതരാം. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യത്തെ മലയാളി PR രമേശ്. ഇദ്ദേഹം എന്ന് പറയുമ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. ഇദ്ദേഹം മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ല,
PR രമേശിൻ്റെ പേര് ഒന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഇദ്ദേഹം മലയാളിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ മലയാളി. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ മലയാളിയാണ് PR രാജേഷ്. PR രാജേഷ്. പിന്നെ PSC, നമ്മൾ എഴുതുന്ന പരീക്ഷ PSC പരീക്ഷയൊക്കെയാണ്. PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അതിൻ്റെ ആൻസർ ഡോക്ടർ MR ബൈജു. ഡോക്ടർ MR ബൈജു ആണ് കേരള PSCയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ എഴുതിയെടുത്ത് പഠിച്ചു പോകണം. ഇതെന്ന് പറയുമ്പം പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അത് പോയി കാണണം. അത് പോയി കണ്ട് നോട്ട് എഴുതിയെടുത്തോളണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.